ഹലോ ഫ്രണ്ട്സ്, നാം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളെയും അതിനേക്കാൾ തുല്യമോ വലുതോ ആയ അവസരങ്ങളാക്കി എങ്ങനെ മാറ്റാം എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. നാം നമ്മുടെ ജീവിതത്തിലെ ഓരോ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ കുറവുകൾ എപ്പോഴും എടുത്തു പറയാറുണ്ട്. ഞാൻ ഭയങ്കര വീക്കാണ്, ഒരു കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഇന്നുവരെ എൻ്റെ ജീവിതത്തിലെ ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് എനിക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ വീക്ക്നെസ്സുകളെയും കുറവുകളെയും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സ്ട്രെങ്ത് ആക്കി മാറ്റാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ എല്ലാം എപ്പോൾ നമുക്ക് ശക്തി കാണാൻ കഴിയുന്നുവോ അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. അതിനു പകരം ബലഹീനതകളെക്കുറിച്ച് പരിതപിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ആ ബലഹീനതകളിലും നമ്മുടെ ശക്തി എന്ത് നാം തിരിച്ചറിയുവാൻ എന്ന് നമുക്ക് സാധിക്കുന്നുവോ അന്നു മുതൽ നമ്മൾ ലോകം ഇഷ്ടപ്പെടുകയും ലോകം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നാം മാറുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം ഒന്ന് നോക്കിയാൽ വളരെ നെഗറ്റീവ് എന്ന് നമുക്ക് തോന്നൽ ഉളവാക്കിയ ഒരു സാഹചര്യം പിന്നീട് അതൊരു പോസിറ്റീവായ അനുഭവം നമുക്ക് ധാരാളം പേർക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കും. ശാരീരികമായി നമ്മളുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് സ്വന്തം ഭക്ഷണ രീതി മാറ്റുവാനോ നിത്യേന എക്സസൈസ് ചെയ്യുവാനോ നമുക്ക് പ്രേരണ നൽകിയിട്ടുണ്ടാകും. നാം നമ്മുടെ ജീവിതത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെയും തിരിച്ചടികളെയും ഒന്ന് അവലോകനം ചെയ്ത് നോക്കേണ്ടതുണ്ട്. ആ അനുഭവങ്ങൾ നൽകിയ നേട്ടങ്ങളെയും പാഠങ്ങളെയും തിരിച്ചറിയുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നമുക്ക് ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കാരണം നിത്യജീവിതത്തിലെ നിസ്സാര പ്രശ്നങ്ങൾ ഒട്ടും അലോസരപ്പെടാതെ സ്വന്തം ജീവിതത്തിലെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രതിസന്ധികൾ നമ്മളെ സഹായിക്കുന്നു. പ്രതിസന്ധികൾ നമ്മെ നന്ദിയുള്ളവരാക്കുവാൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാക്കുവാൻ ശീലിപ്പിക്കും. നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പല സൗഭാഗ്യങ്ങളെയും നന്ദിയോടെ വീക്ഷിക്കുവാനുള്ള ഒരു കഴിവ് നാം ഉണ്ടാക്കിയെടുക്കുന്നു. നമുക്ക് ലഭിച്ച പല സൗഭാഗ്യങ്ങളെയും നന്ദിയോടെ സ്മരിക്കുവാൻ അവ നഷ്ടപ്പെടുന്നതുവരെ നമ്മൾ പലരും തയ്യാറാകാറില്ല. ഇത് നഗ്ന സത്യമാണ്. അസുഖം ബാധിക്കുന്നതുവരെ നമ്മൾ എത്ര പേരാണ് ആരോഗ്യത്തെക്കുറിച്ച് വില കൽപ്പിക്കുന്നത്? നമ്മുടെ മനസ്സിൽ മേധാവിത്വമുള്ള ചിന്തകളുടെ വഴി തന്നെയായിരിക്കും നമ്മുടെ സഞ്ചാരം എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. അതിനാൽ നന്ദിയോടെ ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ടതുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നമുക്ക് വല്ല പ്രശ്നമോ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഒളിച്ചിരിക്കുന്ന കഴിവുകൾ അത് പുറത്തു വരികയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ചില അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോൾ അല്ലെങ്കിൽ തടസ്സങ്ങളെ മറികടക്കുമ്പോൾ നമ്മൾ അതിശക്തമായി തന്നെ അതിനെ അതിജീവിക്കുന്നു. നമ്മൾ അത് ശക്തമായ ഒരു വൈകാരിക അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. ഇനി ജീവിതം പുതിയൊരു പ്രതിസന്ധിക്ക് ഒരുപെടുകയാണെങ്കിൽ തന്നെയും അതിനെയും ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കും. പ്രശ്നങ്ങളും വെല്ലുവിളികളും പുറത്തെത്തിക്കുന്നത് നമ്മുടെ മഹത്തായ കഴിവുകളെയാണെന്നുള്ളത് നാം മറക്കരുത്. ജീവിതം അതിന്റെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടി നടത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പലർക്കും നമ്മൾ ഉണ്ടായിരുന്ന ഈ കഴിവുകളെ കണ്ടെത്താൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളാകുന്ന കാർമേഘങ്ങളെ സ്വന്തം മനോഭാവത്തിന്റെ ജാലക ചില്ലകളിൽ എന്നേക്കുമായി പറ്റിപ്പിടിക്കാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. ഓരോ പ്രതിസന്ധിയും അതിനേക്കാൾ എത്രയോ മികച്ച നേട്ടങ്ങളുടെ വിത്തുകൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലുടനീളം നല്ല മനോഭാവവും തുറന്ന മനസ്സും നിലനിർത്താൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. കാരണം ഈ ഒരു അന്തരീക്ഷമാണ് പ്രതിസന്ധികളിൽ ഒളിച്ചിരിക്കുന്ന നേട്ടങ്ങളെ കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. Goodbye. Thank you.